ശ്രീ ഷാജിയാണ്. ശ്രീ ഷാജി, അപ്പോൾ ആ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കമ്മിറ്റികൾ ഉയരുന്നുണ്ട്. ഈ കമ്മിറ്റികളുടെ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഒരു തിരുത്തലിന് തയ്യാറാകുമോ ഈ പാർട്ടി? ഹലോ, നമസ്കാരം ഷാജി, പറഞ്ഞോളൂ. യെസ്, ഈ സാറേ, ഇത് എവിടെയാ ഇവർ തിരുത്തുന്നത്? ഇവർ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാലാകാലങ്ങൾ ഇവർ തിരുത്തുന്നുണ്ട്. എന്താ തിരുത്തുന്നത് ഇവര്? നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ഇവരെ നയോ? ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞാൽ ഇവരെല്ലാ കാലഘട്ടത്തിലും പറയുന്ന ഒരു തിരുത്തല്. ഒരുപാട് തിരുത്തലുകൾ വരുത്തിയ പാർട്ടിയാണ് CPM. അത് നമുക്ക് പ്രകടമായിട്ട് കാണണം. പ്രകടമായ എത്രയോ തിരുത്തലുകൾ. ഒരു കാലത്ത് ലീഗുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്ന് പാർട്ടിയിൽ വലിയ തർക്കമുണ്ടായി, ചർച്ചയുണ്ടായി. അതിനുശേഷം അത്തരം ഒരു ബന്ധം പാടില്ല എന്ന് പാർട്ടി അങ്ങനെ ഒരു ആലോചന വന്നതിലടക്കമുള്ള പാർട്ടിയുടെ വീഴ്ച തുറന്നു പറഞ്ഞ് പാർട്ടി അത് തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ എത്രയോ കാര്യങ്ങളിൽ പാർട്ടി എടുത്ത നിലപാടുകൾ തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റുകയും തെറ്റ് തിരുത്തുകയും ചെയ്തു തന്നെയാണ് CPM ഈ നിലയിലെത്തി. അല്ലാതെ തിരുത്തിയിട്ടില്ല എന്ന് പറയരുത്. മറ്റു പാർട്ടികളെ പോലെയല്ല, അവർ തെറ്റേറ്റു പറയാനും തിരുത്താനും ഒക്കെ തയ്യാറാകുന്ന പാർട്ടിയായിരുന്നു ഇതുവരെ. ശരി, അതിന് പറ്റിയ ആർജവമായ നേതാക്കന്മാരുണ്ടായിരുന്നു. കാരണം അവർ പാർട്ടിയേക്കാൾ മുകളിലല്ലായിരുന്നു, പാർട്ടിക്ക് വിധേയരായിരുന്നു. അവർക്ക് പാർട്ടി വേണമായിരുന്നു, ജനങ്ങളായിരുന്നു അവരുടെ പിൻബലം. ഇന്ന് ഈ കോർപ്പറേറ്റ് ഭരണം, കോർപ്പറേറ്റുകളുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ജനങ്ങളെല്ലാം ഒരു ദാസരാണ് എന്നുള്ളൊരു ചിന്താഗതി വന്നു. ജനങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഒരു പുച്ഛവും അവജ്ഞയും തോന്നി. കാരണം സാധാരണ ഒരു മന്ത്രിയെ കാണുന്നതോ അല്ലെങ്കിൽ ഒരു നേതാവിനെ കാണുമ്പോൾ അവർക്ക് പുച്ഛമാണ് ഈ ഒരു 5-10 വർഷമായിട്ട് അനുഭവിച്ചത്. നമുക്കറിയാലോ, ഡാഷ് മോനും വീട്ടിൽ പോയി ചോദിക്കാൻ വേണ്ടി പറഞ്ഞപ്പം 25 കോടിയുടെ ഹോൾഡിംഗ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വെച്ചപ്പോ ആ ഒരു വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് 25 ലക്ഷത്തോളം ആളുകൾ കരുതി ഇയാളെ ഒന്ന് വീട്ടിലിരുത്തണമെന്ന്. വേറെ പാർട്ടി നല്ല ഭരണം കാഴ്ചവെച്ച 5 വർഷം തന്നെയാണിത്. മോശമെന്ന് എനിക്കും പറയാൻ കഴിയുന്നില്ല. പക്ഷെ പിണറായി CPM-ന്റെ മേലെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഒരേ ഒരു ഹോൾഡിംഗ്, അത് പിണറായി. ആ 25 കോടി രൂപയാണ് അതിനു വേണ്ടി ചെലവാക്കിയത്, അയാളുടെ ഒരു മുഖം മാത്രം. അപ്പോ ഈ ഒരു പ്രശ്നം വന്നപ്പോ വീട്ടിൽ കയറി ഇരിക്കുന്ന ഒരു വ്യക്തിയോട് പറയുമ്പോൾ അപ്പൊ 25 ലക്ഷം ജനങ്ങൾ കണക്കൂട്ടി ഇയാൾ ഇന്ന് വീട്ടിൽ ഇരുത്തണമെന്ന്. അഹങ്കാരം പറയുമ്പോൾ എന്താ അറിയാം, ജനങ്ങളൊക്കെ മറന്നു പോകും എന്നാണ് കരുതുന്നത്. ഇവർക്ക് തെറ്റ് തിരുത്താൻ കഴിയില്ല. സാർ, ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞുതരാം. പല പാർട്ടികളും നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പോലെ അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടും ഒരു പത്രസമ്മേളനം നടത്തുന്ന വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് സാർ ഒന്ന് കാണിച്ചു തരുമോ? ഒന്ന് കാണിച്ചാ. BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, ഇത്ര അഹങ്കാരത്തോടെ പത്രക്കാരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ധാർഷ്ട്യമായിട്ട് പെരുമാറുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി ഒന്ന് കാണിച്ചു തരുമോ? ഇവരെന്താ കരുതിയത് ഈ 15-ാമത്തെ വർഷം കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ സെൽബറൻ